തൃശൂർ പറവട്ടാനിയിൽ മദ്യലഹരിയിൽ യുവാവ് അയൽവാസിയെ തലക്കടിച്ചു കൊലപ്പെടുത്തി. പറവട്ടാനി സ്വദേശി ഡേവിസ് ആണ് മരിച്ചത്. സംഭവത്തിൽ പ്രതി ജോമോൻ കസ്റ്റഡിയിൽ. അടിപിടിയിൽ ജോമോനും തലയ്ക്ക് പരിക്കേറ്റിരുന്നു. ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട്. മനോജ്, എങ്ങനെയാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിയത്? വിവരങ്ങൾ. മഞ്ജുഷ, ഇന്നലെ രാത്രി 9:30 ശേഷമായിരുന്നു ഇത്തരത്തിലൊരു കൊലപാതകം നടന്നത്. ഇരുവരും മദ്യലഹരിയിൽ തന്നെയായിരുന്നു. രാവിലെ മുതൽ ഇരുവരെയും ഒരുമിച്ച് കണ്ടതായാണ് നാട്ടുകാർ പറയുന്നത്. ഈ തലയ്ക്ക് ഈ മരവടി കൊണ്ടുള്ള എന്തോ ഉപയോഗിച്ച് തലയ്ക്ക് അടിച്ചതായാണ് ഈ നിഗമനം. വലിയ രീതിയിൽ ഈ മരിച്ച ഡേവിസിന്റെ തലയ്ക്ക് വലിയ രീതിയിൽ ചതവ് സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അടിപിടിയിൽ ജോമോനും തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആദ്യം വിവരമറിഞ്ഞ് ഈ മണ്ണുത്തി പോലീസാണ് 10:15 ഈ സ്ഥലത്ത് എത്തുന്നത്. തുടർന്നാണ് പറവട്ടാനിയുടെ ഒരു ഭാഗം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ഈ കൊലപാതകം നടക്കുന്നത് ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ട് തന്നെ ഈസ്റ്റ് പോലീസിനെ വിവരമറിയിച്ചു. തുടർന്ന് പോലീസ് എത്തി പരിക്കേറ്റ ജോമോനെ ജില്ലാ ആശുപത്രിയിലും അതുപോലെ തന്നെ ഡേവിസിന്റെ മൃതദേഹം തൃശ്ശൂരിലെ മറ്റൊരു ജൂബിലി മിഷൻ ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഈ പരിക്ക് ഗുരുതരമായതിനാൽ ഈ ജോമോനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. എന്തായാലും ഈ ഡേവിസ് സ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു. വലിയ രീതിയിലാണ് തലയ്ക്ക് ചതവ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇരുവരും മദ്യലഹരിയിൽ തുടർന്നുണ്ടായ തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായുള്ള നിഗമനം. ഡേവിസിന്റെ മൃതദേഹം ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഈ പരിക്കേറ്റ ജോമോനെ ചോദ്യം ചെയ്ത് ഭരിക്കുകയുമാണ്. എന്തായാലും ഈ ഡേവിസിന് 55 വയസ്സാണുള്ളത്. സംഭവത്തിൽ പ്രതിയായിട്ടുള്ള ജോമോൻ 45 വയസ്സുമാണ്. ഇരുവരും സമീപത്ത് തന്നെ താമസിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഈ പറവട്ടാനി സ്വദേശികൾ തന്നെയാണ്. എന്തായാലും എന്താണ് കൃത്യമായിട്ടുള്ള മരണ കാരണം എന്നത് പോലീസ് അന്വേഷിച്ചു വരികയാണ്. മദ്യലഹരിയിലായിരുന്ന രണ്ടുപേർ തമ്മിലാണ് ഇത്തരത്തിലൊരു അടിപിടി ഉണ്ടായതും അതിൽ ഗുരുതര പരിക്കേറ്റ. പറവട്ടാനിയിൽ മദ്യലഹരിയിൽ യുവാവ് അയൽവാസിയെ തലക്കടിച്ച് കൊലപ്പെടുത്തി. പറവട്ടാനി സ്വദേശി ഡേവിസ് ആണ് മരിച്ചത്. സംഭവത്തിൽ പ്രതി ജോമോൻ കസ്റ്റഡിയിലായിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്.